നമസ്കാരം. സമീപകാലത്ത് കോൺഗ്രസ് പാർട്ടി അവരുടെ പ്രതിപക്ഷ നേതാവായി അവർ ഇപ്പോൾ രാജ്യത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്ന നേതാവായ രാഹുൽ ഗാന്ധിയെ, വ്യാജ ഗാന്ധി കുടുംബത്തിലെ ഇപ്പോഴത്തെ യുവരാജാവെന്ന് അവർ പ്രചരിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയെ കൊണ്ട് നടക്കുന്നത് ഭാവിയിലേക്കുള്ളൊരു ബലിയാടായിട്ട് ആണോ എന്നുള്ളൊരു സംശയം ബലപ്പെട്ടു വരികയാണ്. അത് എനിക്ക് മാത്രമുണ്ടായൊരു സംശയമല്ല, പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഇടയിൽ തന്നെ സീരിയസ് ആയി അല്ലെങ്കിൽ വളരെ ഗൗരവമായി ഭാരത രാഷ്ട്രീയത്തെ സമീപിക്കുന്നവരുടെ ഇടയിൽ ആ ഒരു സംശയം പൊതുവെ നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ സംശയം ഉയർന്നു വരുന്നത് എന്നുള്ളതിലേക്ക് വരാം. പക്ഷേ അതിനു മുമ്പ് ഒരല്പം ചരിത്രം പറയേണ്ടതുണ്ട്. കാരണം ഈ വ്യാജ ഗാന്ധി കുടുംബത്തെ സംബന്ധിച്ച് എപ്പോഴൊക്കെ അവർ പ്രതിസന്ധികളിൽ പെട്ടിട്ടുണ്ടോ, ഗുരുതരമായ പ്രതിസന്ധികളിൽ പെട്ടിട്ടുണ്ടോ, അവർ പ്രതിസന്ധികളിൽ പെടുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി പ്രതിസന്ധികളിലേക്ക് കൂപ്പുകുത്തുക എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ളൊരു പ്രതിസന്ധികൾ എപ്പോഴൊക്കെ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ രാജ്യത്തെ തേടി ഒരു ദുരന്തം എത്തിയിട്ടുണ്ട്. എന്ത് ദുരന്തമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് വരാം. ഈ വ്യാജഗാന്ധി കുടുംബത്തിൻ്റെ തുടക്കം ഗാന്ധി എന്ന സർനെയിം ഇല്ലാത്ത നെഹ്റുവിൽ നിന്നാണ് എന്ന് നമുക്ക് തൽക്കാലത്തേക്ക് അങ്ങ് വയ്ക്കാം. അതിനു മുമ്പുള്ള മോട്ടിലാൽ നെഹ്റുവിൻ്റെ കുടുംബ പാരമ്പര്യം, അത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിലേക്കും വരാം. നെഹ്റുവിൽ നിന്ന് തുടങ്ങാം നമുക്ക്. നെഹ്റു വളരെ ജനസമ്മതിയുള്ളൊരു കോൺഗ്രസ് നേതാവായിരുന്നു. നെഹ്റുവിൻ്റെ ജനസമ്മതി മറ്റാർക്കും ഇല്ലായിരുന്നു എന്നൊരു പ്രതിച്ഛായ പൊതുവെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് തെറ്റായൊരു വസ്തുതയാണ്. കാരണം സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലത്തും സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തും 1947-48 വരെ, 48 ജനുവരി മാസം അവസാനം വരെ നെഹ്റുവിൻ്റെ ഒരു ജനസമ്മതി എന്നുള്ളത് എല്ലാ കാലത്തും ഏത് തട്ടിൽ വെച്ച് അളന്നാലും ഗാന്ധിയെ മാറ്റി നിർത്തിയാൽ സുഭാഷ് ചന്ദ്രബോസ് ആണെങ്കിലും മറുവശത്ത് ഭഗത് സിംഗിനെ പോലുള്ള യുവ നേതാക്കളാണെങ്കിലും എന്തിന് സർദാർ വല്ലഭായ് പട്ടേലുമായി താരതമ്യം ചെയ്യുമ്പോൾ പോലും നെഹ്റുവിൻ്റെ ജനസമ്മതി താഴ്ന്നു തന്നെ നിൽക്കുകയായിരുന്നു. ആ ജനസമ്മതി പിന്നീട് ഉയർത്തിയത് 1948 ഫെബ്രുവരി മാസം മുതൽ ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത സർദാർ വല്ലഭായ് പട്ടേൽ മാത്രം ഒരു അല്പകാലത്തേക്കുണ്ടായിരുന്ന ഒരു പ്രധാനമന്ത്രിയായി നെഹ്റു സർവാധിപതിയായി സ്ഥാനമേറ്റതിന് ശേഷം കൃത്യമായ അന്നത്തെ PR രീതികളിലൂടെ നെഹ്റുവാണ് ഭാരതത്തിലെ ഏറ്റവും ജനസമ്മതനായ നേതാവ്, ലോകസമ്മതനാണ് നെഹ്റു എന്നുള്ളൊരു പ്രതിച്ഛായ സൃഷ്ടിക്കപ്പെട്ടത്. അതിനു മുൻപേ നെഹ്റുവിൻ്റെ ജനസമ്മതി ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. നെഹ്റുവിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നേരിട്ട പ്രതിസന്ധി എന്നുള്ളത് നെഹ്റുവിനെ എല്ലാ കാലത്തും ഭാരതത്തിൻ്റെ ഭാവി നേതാവ് എന്നുള്ള തരത്തിലാണ്. അത് ബ്രിട്ടീഷുകാർ എങ്ങനെ ഭാരതത്തെ കൈകാര്യം ചെയ്താലും ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു നേതാവായി നെഹ്റു ഉയർന്നു വരണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് മോട്ടിലാൽ നെഹ്റു ഗോപാലകൃഷ്ണ ഗോഖലെയെ ഏൽപ്പിക്കുന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെയിൽ നിന്ന് ഗാന്ധിജി നെഹ്റുവിനെ ഏറ്റെടുത്തു. ആദ്യമായി നെഹ്റു ഒരു പ്രതിസന്ധി നേരിടുന്നത് 1939 സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് വരുവാനുള്ളൊരു സാധ്യത തുറന്ന് വന്നതോടുകൂടിയാണ്. തിരഞ്ഞെടുപ്പിൽ സുഭാഷ് ചന്ദ്രബോസ് മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചെങ്കിലും ഗാന്ധിജിക്കുണ്ടായൊരു അതിർത്തി കാരണം അദ്ദേഹം പടിയിറങ്ങി കോൺഗ്രസ് തന്നെ വിട്ട് പുറത്തുപോയി. ആ പ്രതിസന്ധി അവിടെ അവസാനിച്ചു. പക്ഷേ ഇത് നെഹ്റുവിന് വേണ്ടിയാണ് ഗാന്ധിജി ചരടുവലികൾ നടത്തിയത് എന്നുള്ളൊരു പൊതുധാരണ കോൺഗ്രസിന് അകത്ത് തന്നെ നിലനിന്നിരുന്നു. ഇനി സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നെഹ്റുവിൻ എങ്ങനെ പ്രധാനമന്ത്രിയായി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 15 പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റികൾ, PCC എന്ന് പറയും. അവരിൽ 12 കമ്മിറ്റികളുടെ പിന്തുണ സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു പ്രധാനമന്ത്രി പദത്തിലേക്ക് യോഗ്യനെന്നുള്ള നിലയിൽ. 3 പേരിൽ 2 പേരുടെ പിന്തുണ മാത്രമേ നെഹ്റുവിനുണ്ടായിരുന്നുള്ളൂ. ഒരു കമ്മിറ്റി ന്യൂട്രലായിട്ട് ഞങ്ങൾ ആരെയും പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളൊരു ഒഴുക്കൻ മട്ടിൽ നിലനിൽക്കുകയായിരുന്നു. എന്നിട്ട് പോലും ഗാന്ധിജിയുടെ താല്പര്യപ്രകാരം സർദാർ വല്ലഭായ് പട്ടേൽ സ്വന്തം നോമിനേഷൻ പിൻവലിക്കുകയും നെഹ്റു പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അക്കാലത്ത് ഭാരതത്തിൽ വിവിധ മാധ്യമങ്ങൾ, പത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് പ്രധാന മാധ്യമങ്ങളായി. റേഡിയോകൾ പോലും അത്ര വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിരുന്നില്ല. പത്രങ്ങൾ, ദിനപത്രങ്ങൾ ഈ വിവരങ്ങളെല്ലാം കൃത്യമായി ഭാരതീയരെ അറിയിച്ചിരുന്നു, അറിയേണ്ടവരെ. അതുകൊണ്ട് തന്നെ ഒരു പ്രതിച്ഛായ പ്രതിസന്ധി നെഹ്റു ആ കാലഘട്ടത്തിൽ നേരിട്ടിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഗാന്ധിജിയുടെ വധം നടക്കുന്നത്. 1946 തുടങ്ങിയ ഈ പ്രതിസന്ധിയുടെ കാര്യമാണ്. അവസാനത്തെ പ്രതിസന്ധി സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ടതല്ല. 1948 ജനുവരി 30 ഗാന്ധിജി വധിക്കപ്പെടുന്നു. അതോടുകൂടി നെഹ്റുവിൻ്റെ പല എതിരാളികളും
ഒന്നുകിൽ നിശബ്ദരാകുന്നു, അല്ലെങ്കിൽ ഒതുക്കപ്പെടുന്നു. നെഹ്റുവിൻ്റെ മറ്റൊരു പ്രധാന എതിരാളിയായിട്ട് ആ കാലത്ത് വളർന്നു വന്നിരുന്നതായിരുന്നു RSS. രാജ്യത്ത് കോൺഗ്രസിൻ്റെ തന്നെ ഒരു എതിരാളിയായി ഗ്രാമങ്ങളിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾ, അത് സംബന്ധിച്ച് വിശദമായൊരു വീഡിയോ മറ്റൊരവസരത്തിൽ ചെയ്യാം. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് സംബന്ധിച്ചൊരു ചെറിയ പരാമർശവും നടത്താം. നെഹ്റുവിലേക്ക് തിരിച്ചു വന്നാൽ നെഹ്റുവിൻ്റെ എതിരാളികൾ ഗാന്ധി വധത്തോടുകൂടി നിശബ്ദരാവുകയും പതിയെ പതിയെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ മരണത്തോടുകൂടി പൂർണ്ണമായ ഒരു സർവാധിപത്യത്തിലേക്ക് നെഹ്റു എത്തുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണം വരെ ചോദ്യം ചെയ്യുവാൻ ആരുമില്ലാത്ത PR കളിലൂടെ അല്ലെങ്കിൽ പരസ്യപ്രചാരണങ്ങളിലൂടെ ഭാരതത്തിലെ ഏറ്റവും ജനസമ്മതനായ നേതാവ് എന്ന പ്രതിച്ഛായ സൃഷ്ടിച്ച് നെഹ്റു മുന്നോട്ട് പോകുന്നു. നെഹ്റുവിൻ്റെ മരണത്തിന് ശേഷം പ്രധാനമന്ത്രിയാകുന്നത് ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ്. ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതം നോക്കിയാൽ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ളൊരു രാഷ്ട്രീയ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ വികസനത്തിന് സത്യത്തിൽ അടിത്തറ പാകിയത്, ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിനുൾപ്പെടെ അതിലൂന്നിക്കൊണ്ടുള്ള ഒരു വികസനത്തിന് അടിത്തറ പാകിയ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ്. കാരണം ഹരിത വിപ്ലവം എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ച് ഭാരതത്തെ ഭക്ഷണ കാര്യത്തിൽ സ്വയം പര്യാപ്തമാക്കുന്നതിനുള്ള ഏറ്റവും വലിയ അടിത്തറ പാകി, ഒപ്പം തന്നെ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ 1967 കനത്ത തിരിച്ചടി പാകിസ്ഥാന് നൽകിക്കൊണ്ട് ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ള മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ലാൽ ബഹാദൂർ ശാസ്ത്രി ഒരുപക്ഷെ നെഹ്റുവിനേക്കാൾ ജനസമ്മതിയുള്ളൊരു നേതാവായി വളർന്നു വരികയായിരുന്നു. ഒരു നേരം പട്ടിണി കിടക്കണം ജനങ്ങളെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആഹ്വാനം ചെയ്തപ്പോൾ 2 നേരം പട്ടിണി കിടക്കുവാൻ ജനങ്ങൾ തയ്യാറായി യുദ്ധകാലഘട്ടത്തിൽ. അത്രയധികം ഉണ്ടായിരുന്നു ജനങ്ങളുടെ മേൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു സ്വാധീനം. ജനങ്ങൾ അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്നു. ലാൽ ബഹാദൂർ ശാസ്ത്രി ഉയർത്തിയൊരു പ്രതിസന്ധിയാണ് വ്യാജ ഗാന്ധി കുടുംബത്തിൻ്റെ, അതായത് ആ പേര് സ്വീകരിച്ചതിന് ശേഷം, ഈ പേര് അനധികൃതമായി കയ്യേറിയതിന് ശേഷം വ്യാജ ഗാന്ധി കുടുംബത്തിനുണ്ടായ ആദ്യ പ്രതിസന്ധി. കാരണം ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ ഈ ഒരു ജനസമ്മതി ഇതിങ്ങനെ തുടർന്നു പോയാൽ ഈ വ്യാജ ഗാന്ധി കുടുംബത്തിന് ഭാരത രാഷ്ട്രീയത്തിൽ യാതൊരു പ്രസക്തിയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. തന്നെയുമല്ല, പിൽക്കാലത്ത് ഭാരതത്തിൻ്റെ ഉരുക്ക് വനിത എന്നറിയപ്പെട്ട ഇന്ദിരാഗാന്ധിയെ അക്കാലത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ വിളിച്ചിരുന്നത് ഗോങ്കി ഗുഡിയ എന്നായിരുന്നു. അതായത് നിശബ്ദയായ, ഊമയായ പാവക്കുട്ടി, അച്ഛൻ്റെ പാവക്കുട്ടിയായി ഒന്നും മിണ്ടാതെ ഒരു കഴിവുമില്ലാത്തൊരു വ്യക്തിയായിട്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കാര്യത്തിലും അത്ര കാര്യക്ഷമമായോ അല്ലെങ്കിൽ താല്പര്യത്തോടോ ഇടപെടാത്തൊരു വ്യക്തിയായിരുന്നു ഇന്ദിരാഗാന്ധി ആ സമയത്ത്. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധിയുടെ ഇരട്ടപ്പേര് ഗോങ്കി ഗുഡിയ എന്നായിരുന്നു, ഊമയായ പാവക്കുട്ടി. അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വം, അതായത് ഈ പിൽക്കാലത്ത് രാജീവ് ഗാന്ധിയും ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോഴും അത്തരത്തിൽ തന്നെയാണ് തുടർന്നു പോകുന്നത്. അവരൊക്കെ നേരിടേണ്ടി വന്ന ഒരു പ്രതിച്ഛായ പ്രതിസന്ധി ഇന്ദിരാഗാന്ധിയും തുടക്കത്തിൽ നേരിട്ടിരുന്നു. ഒപ്പം തന്നെ ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ വളർന്നു വരുന്ന ജനപ്രീതി, അങ്ങനെ ഒരു സാഹചര്യം വ്യാജ ഗാന്ധി കുടുംബത്തിന് ചൂഴ്ന്നു നിൽക്കുന്ന അവസരത്തിലാണ് കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് പ്രതിസന്ധിയൊന്നുമില്ലായിരുന്നു. കാരണം വളരെ കാര്യക്ഷമമായി തന്നെ ആ പാർട്ടി രാജ്യത്തെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ നേതൃത്വത്തിന് കീഴിൽ. ഇനി ലാൽ ബഹാദൂർ ശാസ്ത്രിയിലേക്ക് വരാം. ഈ പ്രതിസന്ധികളെല്ലാം ചൂഴ്ന്നു നിൽക്കുന്ന സമയത്തെല്ലാം നെഹ്റു ആകട്ടെ ഇന്ദിരാഗാന്ധി ആകട്ടെ ഇവരുടെ പിന്നിലെല്ലാം ഒരു വൈദേശിക ശക്തിയുടെ സ്വാധീനം എപ്പോഴും ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. നെഹ്റുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ പേരിൽ മാത്രം ഷെയ്ഖുള്ള, മറ്റൊരു ചരിത്ര പശ്ചാത്തലവും ഇല്ലാത്ത ഷെയ്ഖ് അബ്ദുള്ളയെ എന്തിന് കശ്മീരിൻ്റെ നേതാവാക്കി നെഹ്റു അവരോധിച്ചു എന്നുള്ള ചോദ്യം തുടങ്ങി വൈദേശിക ശക്തികളുടെ ഒരു സ്വാധീനം ഈ വ്യാജ ഗാന്ധി കുടുംബത്തിൽ തുടരെ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്, ഇന്ദിരാഗാന്ധി അധികാരത്തിലെത്തിയതിന് ശേഷമുള്ള കാലത്ത് KGBയുടെ ഒരു സ്വാധീനം ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ച് KGB ഉദ്യോഗസ്ഥന്മാരുടെ തന്നെ വെളിപ്പെടുത്തലുകൾ പൊതുമണ്ഡലത്തിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അത് സംബന്ധിച്ചുള്ള ചർച്ചകളും വളരെ വിശദമായി തന്നെ നടത്തേണ്ടതുള്ളത് കൊണ്ട് RPA പോലുള്ളവരുമായി തന്നെ ആ ചർച്ചകൾ നമുക്ക് നടത്തുവാൻ ശ്രമിക്കാം മറ്റൊരു അവസരത്തിൽ. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയിലേക്ക് തിരിച്ചു വന്നാൽ ഇന്ദിരാഗാന്ധിയുടെ ഒരു പ്രസക്തി ഏതാണ്ട് ഇല്ലാതാകുമെന്നുള്ളൊരവസ്ഥയിലാണ് ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ താഷ്കണ്ടിൽ വെച്ചുള്ള ദുരൂഹമായ മരണം 1967, അതായത് 1965 പാക് യുദ്ധത്തിന് ശേഷം 67 ജനുവരി 11, 1965, ക്ഷമിക്കണം 67 എന്നാണ് ഞാൻ പറഞ്ഞത്. 1965 ജനുവരി 11 ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ ദുരൂഹമായ മരണം താഷ്കണ്ടിൽ വെച്ച് സംഭവിക്കുന്നത്. ഇത്തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ളൊരു പ്രാമുഖ്യമുള്ളൊരു വ്യക്തി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുമ്പോൾ
അതിനെന്തെങ്കിലും ദുരൂഹതകൾ സത്യത്തിലുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിഗൂഢതകളോ ഗൂഢാലോചനകളോ ആ മരണത്തിൻ്റെ പിന്നിലുണ്ടോ എന്നറിയുവാനുള്ള ഏറ്റവും സരളമായ മാർഗം ആ മരണം കൊണ്ട് ആർക്കാണ് പ്രയോജനമുണ്ടായത് എന്ന് ചിന്തിച്ച് നോക്കുകയാണ്. ഒരു കാര്യം ഞാൻ ആമുഖമായി ഇപ്പോൾ തന്നെ പ്രേക്ഷകരോട് പറയുന്നു. ഇതെല്ലാം ഒരു സംഭവങ്ങളുടെ, ഇത്തരത്തിലുള്ള ദുരന്തങ്ങളുടെ ഒരു ക്രമം, ഒരു പാറ്റേൺ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക മാത്രമാണ്. ഈ ഒരു ദുരന്തങ്ങളുടെ ഒരു ആവർത്തന സ്വഭാവം നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഇതിൻ്റെ ഒരു പരിണാമം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അന്തിമ തീരുമാനം, ഒരു കൺക്ലൂഷൻ എടുക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്, ഞാനല്ല. ഇതിനൊരു കൺക്ലൂസീവായിട്ടുള്ളൊരു ഇങ്ങനെ തന്നെയാണ് നടന്നത് എന്ന് പറയുവാൻ ഞാൻ ആളല്ല, പറയുവാൻ ഉദ്ദേശിക്കുന്നതുമില്ല. ഈ സംഭവങ്ങളുടെ ഒരു ക്രമം, ഒരു പാറ്റേൺ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇനി കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ഇന്ദിരാഗാന്ധിക്കാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണം കൊണ്ട് ഏറ്റവും അധികം പ്രയോജനം ഭാരതത്തിലുണ്ടായത്. കാരണം അടുത്ത പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. പിന്നെ ഒരു ദീർഘകാലത്തേക്ക് 1977 പഞ്ചാബിൽ ആദ്യമായി കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെടുന്ന ഒരു അവസരം ഉണ്ടാകുന്നത് വരെ, അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട ഒരു കാലഘട്ടം കടന്നു വരുന്നത് വരെ അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് അവർ നെഹ്റുവിനെ പോലെ തന്നെ ഏകാധിപതിയായി കോൺഗ്രസിനെയും ഭാരതത്തെയും ഭരിച്ചു. ഇന്ത്യയാണ് ഇന്ദിര, ഇന്ദിരയാണ് ഇന്ത്യ എന്ന് ധാർഷ്ട്യത്തോട് പറയുവാനുള്ള തരത്തിലുള്ളൊരു ഏകാധിപതിയായി അവർ വളർന്നു. ഒരുപക്ഷെ നെഹ്റുവിനേക്കാൾ വലിയൊരു ഏകാധിപതിയായി. എന്നാൽ ഈ ഭാരതത്തിലെ സർവകലാശാലകളെ ഇടത് ജിഹാദി ആവാസ വ്യവസ്ഥയ്ക്കും സംസ്ഥാനങ്ങളെ പ്രാദേശിക പാർട്ടികൾക്കും അടിയറ വയ്ക്കുവാനുള്ള ഒരു തന്ത്രം, പ്രത്യേകിച്ച് RSSനെതിരെ ഈ ഒരു ബൗദ്ധികമായിട്ടുള്ള ഒരു യുദ്ധം നടത്തുവാൻ വേണ്ടിയിട്ടാണ് സർവകലാശാലകളെ അടിയറ വെച്ചത്. സംസ്ഥാനങ്ങളിൽ ലോക്സഭയിലുള്ള സീറ്റുകൾ ഉറപ്പിക്കുവാനുള്ള ഒരു തന്ത്രമായിട്ടാണ് പ്രാദേശിക പാർട്ടികളെ അവരുടെ നിയമസഭയിലേക്കുള്ള സീറ്റുകൾ വിട്ടുകൊടുത്ത് ലോകസഭയിലേക്ക് കോൺഗ്രസിനെ പിന്തുണയ്ക്കുക എന്നുള്ളൊരു ഒത്തുതീർപ്പുണ്ടാക്കി അത്തരത്തിലൊരു തന്ത്രം ഇന്ദിരാഗാന്ധി പ്രയോഗിച്ചത്. ഈ തന്ത്രങ്ങളെല്ലാം തുടക്കത്തിൽ ഒരു ചുരുങ്ങിയ കാലഘട്ടങ്ങളിലേക്ക് കോൺഗ്രസിനെ തുണച്ചിരുന്നെങ്കിലും ദീർഘകാലത്ത് അവരെ തന്നെ കൊത്തുന്ന വിഷപ്പാമ്പുകളായി മാറുകയായിരുന്നു. വിഷപ്പാമ്പുകളെന്ന് ഞാൻ ഉദ്ദേശിച്ച പ്രാദേശിക പാർട്ടികളല്ല, ഈ തന്ത്രത്തിനെയാണ്. അതുകൊണ്ട് തന്നെ ഒരു 80കളുടെ തുടക്കമായപ്പോഴേക്കും ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതം വല്ലാത്തൊരു പ്രതിസന്ധിയെ നേരിടുന്നൊരവസ്ഥയുണ്ടായി. ഒരു തരത്തിലും ഇനി പഴയ ഇന്ദിരയായി ഇവരെ രാജ്യത്തിൻ്റെ മുൻപിൽ അവതരിപ്പിച്ചാൽ ഈ പ്രതിച്ഛായ വിൽക്കപ്പെടില്ല എന്നുള്ള ഉറപ്പ് അവരെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഏതെങ്കിലും ശക്തികൾ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി. അതേ തുടർന്ന് തന്നെയാണ് ഖാലിസ്ഥാൻ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും. ഒക്ടോബർ 31, 1984 ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുന്നതും. തുടർന്ന് വരുന്ന രാജീവ് ഗാന്ധിയുടെ പിന്നിലുണ്ടായിരുന്ന വൈദേശിക ശക്തി എന്നാരോപിക്കപ്പെടുന്നത് ഇറ്റാലിയൻ ശക്തികളാണ്. അതൊരു ഫാഷിസ്റ്റ് റെജീമാകാം, അല്ലെങ്കിൽ ഇറ്റലിയിൽ ഫാഷിസ്റ്റ് റെജീമിൻ്റെ യുദ്ധപരാജയത്തിന് ശേഷം, രണ്ടാം ലോക യുദ്ധത്തിലെ പരാജയത്തിന് ശേഷം അവിടെ നിയന്ത്രണം ശക്തമാക്കിയ സോവിയറ്റിൻ്റെ ഒരു തുടർച്ച തന്നെയാകാം, സോവിയറ്റ് യൂണിയൻ്റെ ഒരു തുടർച്ച തന്നെയാകാം. എന്തായാലും രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെടുന്നു. രാജീവ് ഗാന്ധിയുടെ പ്രധാനമന്ത്രി പദത്തിൻ്റെ കാലഘട്ടം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ കൗതുകകരമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. രാജീവ് ഗാന്ധി ഇന്ത്യയിൽ സാങ്കേതിക വിദ്യ കൊണ്ടുവന്നതിൽ ഏറ്റവും ക്രിയാത്മകമായ പങ്കുവഹിച്ച പ്രധാനമന്ത്രി എന്നൊക്കെ അറിയപ്പെട്ടിരുന്നെങ്കിൽ തന്നെ പൊതുവേ രാഷ്ട്രീയപരമായി ശ്രീലങ്കൻ പ്രശ്നത്തിൽ ഇടപെട്ട് നമ്മുടെ ആയിരക്കണക്കിന് സൈനികരെ കുരുതി കൊടുത്ത് ജയവർദ്ധനയുടെ ചതിക്കിരയായ ഒരു അത്ര പിടിപ്പില്ലാത്തൊരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളൊരു പ്രതിച്ഛായ മറുവശത്ത് രാജീവ് ഗാന്ധിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 1991 അധികാരത്തിൽ നിന്ന് ബഹിഷ്കൃതനായി, അല്ലെങ്കിൽ നിഷ്കാസിതനായി പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഇനി വരുവാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെ നേരിടുവാൻ പ്രചരണം നടത്തുന്ന വേളയിൽ ഒരു കാര്യം അന്നത്തെ രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഉറപ്പായിരുന്നു: എന്തായാലും പൂർണ്ണാധികാരത്തോടെ കോൺഗ്രസ് തിരികെ ഭരണത്തിൽ വരുവാൻ പോകുന്നില്ല. അത്തരത്തിലൊരു പ്രതിസന്ധി വ്യാജ ഗാന്ധി കുടുംബത്തെയും കോൺഗ്രസിനെ മുഴുവനായും ചൂഴ്ന്നു നിന്നിരുന്നൊരവസരത്തിലാണ് 1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പതൂരിൽ വെച്ച് രാജീവ് ഗാന്ധി വധിക്കപ്പെടുന്നത്. തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ തുടക്കത്തിൽ ഞാൻ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് സൂചിപ്പിച്ചൊരു സാഹചര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഏറ്റവും പ്രധാന ഘടകം. രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം, അല്ലെങ്കിൽ രാജീവ് ഗാന്ധി വധത്തിന് ശേഷം ഭാരതത്തിൽ എന്ത് സംഭവിച്ചുവെന്ന് ചരിത്രം ഒരല്പം എങ്കിലും ശ്രദ്ധിച്ചിട്ടുള്ള ആളുകൾക്ക് വ്യക്തമായി അറിയാം. കോൺഗ്രസ് മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നു. ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കഥയുടെ തുടക്കം അവിടെ നിന്നാണ്. സോണിയാഗാന്ധി എന്തുകൊണ്ട് രാജീവ് ഗാന്ധിയുടെ അനന്തരാവകാശിയായി പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തില്ല? 1991 രാജീവ് ഗാന്ധിയുടെ വധത്തിന് ശേഷം കോൺഗ്രസിൻ്റെ മൃഗീയ ഭൂരിപക്ഷത്തിൽ നേടിയുള്ള വിജയത്തിന്
പശ്ചാത്തലത്തിൽ സോണിയാഗാന്ധി പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കാത്തതിൻ്റെ കാരണം വളരെ ലളിതമാണ്. കൃത്യമായി 7 വർഷങ്ങൾ മാത്രമേ തികഞ്ഞിരുന്നുള്ളൂ അവർ ഭാരതത്തിൻ്റെ പൗരത്വം സ്വീകരിച്ചിട്ട്. ഏതാണ്ട് 15 വർഷങ്ങളോളം രാജീവ് ഗാന്ധിയുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം 1968 രാജീവ് ഗാന്ധി വിവാഹം കഴിച്ച് ഭാരതത്തിലേക്ക് എത്തിയ അവർ ഏതാണ്ട് 15 വർഷക്കാലത്തോളം യാതൊരു വിധത്തിലും ഭാരതീയ പൗരത്വം സ്വീകരിക്കാൻ സമ്മതിച്ചിരുന്നില്ല. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ രാജീവ് ഗാന്ധിക്കും വ്യാജ ഗാന്ധി കുടുംബത്തിനും മേൽ ശക്തമായതിനെ തുടർന്നാണ് അവർ ഈ പൗരത്വം സ്വീകരിക്കാൻ നിർബന്ധിതയായത്. അതുകൊണ്ട് തന്നെ ഒരു 7 വർഷക്കാലമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. 7+ ഒരു 8 വർഷം തികഞ്ഞിരുന്നില്ല ഈ കോൺഗ്രസ് തിരികെ അധികാരത്തിലെത്തുന്ന സമയത്തേക്ക് അവർക്ക് പൗരത്വം ലഭിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഈ സമീപകാലത്താണ് ഈ വിദേശ വനിത ഭാരതീയ പൗരയായത് എന്നുള്ളൊരു ഓർമ്മ ഭാരതീയരുടെ മനസ്സിൽ തെളിഞ്ഞു നിന്നിരുന്നു. അത് മാത്രമാണ് അവർ ആ സമയത്ത് പ്രധാനമന്ത്രി പദം സ്വീകരിക്കാൻ തയ്യാറാകാത്തതിൻ്റെ ഏക കാരണം. അല്ലാതെ പറയുന്നത് പോലെ അവർ ദുഃഖത്തിലായിരുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് അവർക്ക് രാഷ്ട്രീയത്തിന് ഭയമായിരുന്നു, ഇതൊന്നും സത്യമായ കാര്യങ്ങളല്ല. ഇത് മാത്രമാണ് വസ്തുത. ഇനി അടുത്ത കാലഘട്ടത്തിൽ നരസിംഹറാവു പ്രധാനമന്ത്രിയാവുന്ന സമയത്ത് അവർ പൂർണ്ണ മനസ്സോടെ പ്രധാനമന്ത്രിയാകുവാൻ തയ്യാറെടുത്ത് അതിന് സത്യപ്രതിജ്ഞാവാചകങ്ങൾ അറിയാവുന്ന ഇംഗ്ലീഷിൽ എഴുതി അത് ഹിന്ദിയിൽ തർജ്ജിമ ചെയ്ത് അത് ഇറ്റാലിയൻ ഭാഷയിൽ ഇംഗ്ലീഷാക്കിയിട്ട്, അതായത് ഇറ്റലിയും ഹിന്ദിയും കൂടി അല്ലെങ്കിൽ ഇറ്റാലിയൻ ഹിന്ദിയാക്കി എഴുതി തയ്യാറായി നിന്നിരുന്നതാണ് എന്നാണ് അവരോട് തന്നെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. സുബ്രഹ്മണ്യ സ്വാമി മാത്രമാണ് ഏക കാരണം അവരുടെ ആ പ്രധാനമന്ത്രി മോഹം പൊലിയുന്നതിന്. കാരണം രാഷ്ട്രപതിക്ക് കൃത്യമായിട്ടുള്ളൊരു കത്ത് സുബ്രഹ്മണ്യ സ്വാമി എഴുതി അയച്ചു. ഇവർ ഇപ്പോഴും ഇറ്റാലിയൻ പൗര തന്നെയാണ്. ഇവരുടെ ഈ 2 പൗരത്വം ഇരട്ട പൗരത്വം ഇവരുടെ പേരിൽ നിലനിൽക്കുന്നു. അതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു കത്ത് രാഷ്ട്രപതിക്ക് സുബ്രഹ്മണ്യ സ്വാമി അയക്കുകയും രാഷ്ട്രപതി അതേ സംബന്ധിച്ചുള്ള വിശദീകരണം ചോദിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവരുടെ കളിപ്പാവയായ മൻമോഹൻ സിംഗിനെ 2004 UPA ഗവൺമെൻറ്റിൻ്റെ തലപ്പത്ത് പ്രധാനമന്ത്രിയായി ഒരു റബ്ബർ സ്റ്റാമ്പായി സോണിയാഗാന്ധി പ്രതിഷ്ഠിക്കുന്നത്. നാഷണൽ അഡ്വൈസറി കൗൺസിൽ എന്നുള്ളൊരു സൂപ്പർ പ്രധാനമന്ത്രി ക്യാബിനറ്റ് അവരുണ്ടാക്കുകയും അതിൻ്റെ മുകളിലിരുന്ന് അവർ ഏതാണ്ട് 10 വർഷങ്ങളോളം ഭാരതത്തെ ഭരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് രാജീവ് ഗാന്ധി ജീവിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു പ്രതിസന്ധി മറികടന്ന് കോൺഗ്രസ് അല്ലെങ്കിൽ വ്യാജ ഗാന്ധി കുടുംബം 2013 വരെ എത്തിയത്. 2014 കോൺഗ്രസും വ്യാജ ഗാന്ധി കുടുംബവും ഇന്നോളം നേരിടാൻ ഭയന്നിരുന്ന, അതായത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് മുതൽ നേരിടാൻ ഭയന്നിരുന്ന, എന്നാൽ അടുത്തെങ്ങും നേരിടേണ്ടി വരില്ല എന്നവർ വിശ്വസിച്ചിരുന്ന ഒരു പ്രതിസന്ധി, ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധി അവരെ തേടിയെത്തി. അതായിരുന്നു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിൻ്റെ മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ജനസമ്മതിയോടുകൂടിയുള്ള ഏറെക്കാലത്തിന് ശേഷം, ഏതാണ്ട് 30 വർഷ കാലഘട്ടമാണെന്നാണ് എൻ്റെ ഓർമ്മ, 30 വർഷ കാലഘട്ടത്തിന് ശേഷം പൂർണ്ണ ജനസമ്മതിയോടുകൂടി ഒരു സർക്കാർ, ഒരു പാർട്ടി അധികാരത്തിലെത്തുക എന്നുള്ളൊരവസ്ഥ, അതും RSSൻ്റെ പിന്തുണയോടുകൂടി. ഞാൻ ആദ്യമേ ഇന്ദിരാഗാന്ധിയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, RSSനെതിരെ എന്തുകൊണ്ട് അവർ സർവകലാശാലയെ ജിഹാദി ഇടത് ആവാസ വ്യവസ്ഥയ്ക്ക് അടിയറ വെച്ചു എന്ന്. RSS ഇന്ദിരാഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും കാലത്ത് തന്നെ ഗാന്ധിവധത്തിന് ശേഷം നിരോധനം നേരിട്ടപ്പോഴും അതിനെ മറികടന്ന് തിരികെ എത്തിയപ്പോഴും ഒക്കെ RSS നിരന്തരം ചെയ്തിരുന്നൊരു പ്രവൃത്തി ഭാരതത്തിൻ്റെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഭാരതത്തിൻ്റെ ചരിത്രം, സംസ്കൃതി തുടങ്ങിയ കാര്യങ്ങളിൽ ജനങ്ങളിൽ ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളൊരു പ്രക്രിയ നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നു RSS. ഇതിനെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായിട്ടാണ് ഭാരതത്തിൻ്റെ സർവകലാശാലയും വിദ്യാഭ്യാസ രംഗത്തെയും ഇടത് ജിഹാദി ആവാസ വ്യവസ്ഥയ്ക്ക് ഇന്ദിരാഗാന്ധി പൂർണ്ണമായി അടിയറ വെച്ചത്. കാരണം ഇതിനൊരു കൗണ്ടർ നെറേറ്റീവ്, ഒരു മറുവാക്യം അല്ലെങ്കിൽ ഒരു മറുവശം ചമയ്ക്കുവാൻ പ്രാപ്തിയുള്ള ഒരാളും കോൺഗ്രസ്സിലില്ലായിരുന്നു. എന്നാൽ ബുദ്ധിജീവികളെന്ന് ഭാവിച്ച് മസിലും പിടിച്ച് നടക്കുന്ന നിരവധി ആളുകൾ ഇടതുപക്ഷത്ത് അക്കാലത്തിൽ ലഭ്യമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഉപയോഗത്തിനായി. അവരെ ഉപയോഗിച്ച് ഇത്തരത്തിലൊരു കൗണ്ടർ നെറേറ്റീവ് സൃഷ്ടിക്കാമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർവകലാശാലകളെയും വിദ്യാഭ്യാസ വ്യവസ്ഥയും ഭാരതത്തിൻ്റെ പൂർണ്ണമായി തന്നെ ഇടത് ജിഹാദി ആവാസ വ്യവസ്ഥയ്ക്ക് അടിയറ വയ്ക്കുകയും പിന്നീടത് സംസ്ഥാനങ്ങളിൽ ചെയ്ത മണ്ടത്തരം പോലെ തന്നെ തിരിച്ചു പിടിക്കുവാൻ സാധിക്കാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്തത് ഇന്ദിരാഗാന്ധിയുടെ എല്ലാ രാഷ്ട്രീയ നീക്കങ്ങളും അത്തരത്തിൽ തന്നെയായിരുന്നു.
വിഷയത്തിൽ നിന്ന് വീണ്ടും മാറിപ്പോകുന്നു. ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ച് വിശദമായി തന്നെ മറ്റൊരു വീഡിയോ പ്രത്യേകമായി ചെയ്യാം. അതിൽ ഈ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കാം. ഇനി വിഷയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ 2014 ഇവർ നേരിട്ട പ്രതിസന്ധി, RSSൻ്റെ തിരിച്ചുവരവ് എന്ന് അവർ ഭയന്നിരുന്ന അവരുടെ ഒരു പ്രധാന എതിരാളിയായി അല്ലെങ്കിൽ ഏക എതിരാളിയായി RSSൻ്റെ പിന്തുണയിൽ ഉള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി, ഇന്ദിരാഗാന്ധിയുടെ കാലത്തും മുൻകാലഘട്ടങ്ങളിൽ BJPയുടെ രൂപീകരണത്തിന് മുമ്പ് ജനസംഘമായിരുന്നെങ്കിൽ പോലും RSS പിന്തുണയ്ക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി കോൺഗ്രസിൻ്റെ പ്രധാന എതിരാളിയായി അല്ലെങ്കിൽ ഏക എതിരാളിയായി, RSSൻ്റെ പിന്തുണയോടുകൂടി ഒരു രാഷ്ട്രീയ കക്ഷി പൂർണ്ണ ശക്തി പ്രാപിച്ച് എതിരെ നിന്നാൽ അവർ മാത്രമാകും ഏക എതിരാളി എന്നുള്ള കാര്യത്തിൽ ഇന്ദിരാഗാന്ധിക്കോ നെഹ്റുവിനോ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. സോണിയാഗാന്ധിക്കും ആ തിരിച്ചറിവുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് ആ തിരിച്ചറിവ് ഇല്ല. രാഹുൽ ഗാന്ധിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമായി എന്തെങ്കിലും തിരിച്ചറിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതും കൂടിയാണ് അദ്ദേഹം ബലിയാടാകുവാൻ പോകുന്നു എന്ന് സംശയിക്കുന്നതിൻ്റെ ഒരു കാരണം. അതിലേക്ക് വരാം. സോണിയാഗാന്ധിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂക്ഷമായ പ്രതിസന്ധി, കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധി കോൺഗ്രസ് നേരിട്ട് തുടങ്ങുകയും തുടർന്ന് അധികാരത്തിൽ നിന്ന് പൂർണ്ണമായി അവർ നിഷ്കാസനം ചെയ്യപ്പെടുകയും സംസ്ഥാനങ്ങൾ ഒട്ടുമിക്കതും അവരുടെ കയ്യിൽ നിന്ന് പ്രാദേശിക പാർട്ടികൾ, രാഷ്ട്രീയ കക്ഷികളെ ഏതാണ്ട് പിടിച്ചെടുത്തിരുന്നു. എന്നിരുന്നാൽ പോലും പല സഖ്യങ്ങളിലൂടെയും അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം നുണയുവാൻ കോൺഗ്രസ്സിന് സാധ്യമായിരുന്നു. പക്ഷേ നരേന്ദ്രമോദിയുടെ കീഴിൽ ഏതാണ്ട് 20 സംസ്ഥാനങ്ങളാണ് ഒറ്റയടിക്ക് ആദ്യകാലത്ത് കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടത്. പലയിടത്തും സഖ്യങ്ങളിലൂടെ തിരിച്ചുവരവിനൊക്കെ അവർ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇപ്പോഴും കോൺഗ്രസിൻ്റെ പഴയ പ്രതാപം, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് സംസ്ഥാനങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നുള്ളൊരവസ്ഥ അഭിമുഖീകരിച്ചിരുന്ന കാലത്ത് പോലും കോൺഗ്രസിൻ്റെ ഒരു സാന്നിധ്യം തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിലനിന്നിരുന്നു. ഇന്ന് കേരളത്തിലും ഒരു പരിധിവരെ ജാർഖണ്ഡ് പോലുള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ പ്രധാന പ്രാദേശിക കക്ഷികളുടെ ദയവ് കൊണ്ട് ഉള്ള സാന്നിധ്യവും ഒഴികെ കോൺഗ്രസിൻ്റെ പ്രാദേശിക സാന്നിധ്യം ഏതാണ്ട് പൂർണ്ണമായി തെലങ്കാനയുടെ കാര്യം ഞാൻ വിട്ടുപോയി. തെലങ്കാനയിൽ കോൺഗ്രസിൻ്റെ അധികാരത്തിൽ കോൺഗ്രസ് തന്നെയാണ്. ഇത്തരം ചുരുങ്ങിയ സ്ഥലങ്ങളിലല്ലാതെ, ചുരുക്കം ചില സ്ഥലങ്ങളിലല്ലാതെ കോൺഗ്രസിൻ്റെ പ്രാദേശിക സാന്നിധ്യം വിരളമാണ് എന്ന് തന്നെയല്ല, ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ളൊരു രൂക്ഷമായ പ്രതിസന്ധിയിലൂടെയാണ് കോൺഗ്രസും കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യാജ ഗാന്ധി കുടുംബവും ഈ കാലഘട്ടത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള തിരിച്ചുവരവിനും ഒരു പരസ്യ പ്രചാരണങ്ങളിലൂടെ രാഹുൽ ഗാന്ധി ഒരു 19-20 തവണ റീലോഞ്ച് ചെയ്തു. ഓരോ തവണയും ലോഞ്ച് ചെയ്യും, പരാജയപ്പെടും. പാകിസ്ഥാൻ അയക്കുന്ന മിസൈൽ പോലാണ്. ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പേ ഒന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ 10 അടി മുകളിലേക്ക് പോയി പൊട്ടിത്തെറിക്കും. ഇത്തരത്തിലാണ് ലോഞ്ചുകളുടെ അവസ്ഥ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ യുവരാജാവ്, ഭാവി പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ പ്രതിനിധി രാഹുൽ ഗാന്ധി അവർക്ക് തന്നെ ഒരു ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഭാരതത്തിലെ രാഷ്ട്രീയ ഭൂമിയിലുള്ളത്. ഈ രാഷ്ട്രീയ ഭൂമിയിൽ ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധി ഗണിച്ച് അറിയുവാനുള്ളൊരു കഴിവ് ഈ വ്യാജഗാന്ധി കുടുംബത്തിന് ഉണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന വിദേശ ശക്തികളുടെ സ്വാധീനത്തിന് എല്ലാ കാലത്തുമുണ്ട്. അത് ഏത് വിദേശ ശക്തിയായിരുന്നാലും, നെഹ്റുവിൻ്റെ കാലം മുതൽ സോണിയാഗാന്ധിയുടെ കാലം വരെയുള്ള വൈദേശിക ശക്തികൾക്ക് ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധിയുടെ രൂക്ഷത ഗണിച്ചറിയുവാനുള്ള കഴിവുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സമീപകാലത്തായിട്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇനി ശ്രദ്ധിക്കുക. കേരളത്തിൽ നിന്ന് ഒരു പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കപ്പെട്ടിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയെ രാഹുൽ ഗാന്ധിയുടെ മുമ്പിലേക്ക് നീക്കി നിർത്തുക. അത് രാഹുൽ ഗാന്ധിയിലൂടെ തന്നെ അവർ സാധ്യമാക്കിയെടുത്തു. പേര് പറയാതെ കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി വേണമെന്നുള്ള പ്രഖ്യാപനത്തിലൂടെ. കേരളത്തിലുള്ള വനിതാ മുഖ്യമന്ത്രി എന്നുള്ള പ്രഖ്യാപനം രാഹുൽ ഗാന്ധി നടത്തിയത് ആരെ കണ്ടിട്ടാണ്? ഏതെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് പ്രാദേശിക വനിതാ പ്രതിനിധിയെ കണ്ടിട്ടാണോ? ഷാനിമോൾ ഉസ്മാനെ കണ്ടിട്ടാണോ? അല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമാണ്. പ്രിയങ്ക ഗാന്ധി തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ മനസ്സിലുണ്ടായിരുന്ന വ്യക്തി. അത് രാഹുൽ ഗാന്ധി സ്വയം അറിഞ്ഞുകൊണ്ടാണോ ആ ഒരു കെണിയിൽ വീണത് എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ഒരു തുടക്കമാണ്. പ്രിയങ്ക ഗാന്ധിയെ പതിയെ മുന്നോട്ട് നീക്കി നിർത്തുക. പ്രിയങ്ക ഗാന്ധിയെ നീക്കി നിർത്തിയാൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രഭാവം പ്രിയങ്ക ഗാന്ധിയുടെ മൂക്ക് ഇന്ദിരയുടെ പോലെ തന്നെ ഇരിക്കുന്നു, നര ഇന്ദിരയുടെ പോലെ തന്നെ ഇരിക്കുന്നു, ഇന്ദിരയുടെ പോലെ തന്നെ ഇരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി ചിരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയെ പോലെ തന്നെ ചിരിക്കുന്നു. ഇതൊന്നും ഭാരതത്തിലെ ജനങ്ങൾ ഇനി വിലക്കെടുക്കില്ല. വിലക്കെടുക്കില്ല എന്ന് മാത്രമല്ല, ഒരു വോട്ടെന്ന അവരുടെ കറൻസി കൊടുത്ത് വിലയ്ക്ക് വാങ്ങില്ല ഈ പ്രചാരണങ്ങളൊന്നും. അത് കോൺഗ്രസ്സുകാർക്കും കോൺഗ്രസ്സുകാരുടെ പിന്നിലുള്ള ഡീപ്പ് സ്റ്റേറ്റ് എന്നാരോപിക്കപ്പെടുന്ന ശക്തികൾക്കും വ്യക്തമായിട്ടറിയാം.
അതുകൊണ്ടാണ് പറയുന്നത്, ഇനി അവർക്ക് വേണ്ടത് കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു വലിയ തിരഞ്ഞെടുപ്പിനോട് അടുത്ത കാലഘട്ടത്തിൽ ഒരു വൻ ദുരന്തമാണ്. ആ ദുരന്തത്തിനുള്ള ഒരേ ഒരു ബലിയാട് അവരുടെ കയ്യിലുള്ളത് രാഹുൽ ഗാന്ധിയാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി തങ്ങളുടെ താരപ്രചാരകനാണ് എന്നുറച്ച് വിശ്വസിക്കുന്ന BJPയും ശ്രദ്ധിക്കേണ്ടത്. കാരണം രാഹുൽ ഗാന്ധിയെ പോലൊരു താരപ്രചാരകൻ BJPക്ക് മറ്റൊരാളെ കിട്ടുവാനില്ല. കാരണം മോദിയൊന്നും BJPക്ക് വേണ്ടിയിട്ട് നടത്തുന്ന പ്രചരണമൊന്നും രാഹുൽ ഗാന്ധി BJPക്ക് നേടിക്കൊടുക്കുന്ന നേട്ടങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ സുരക്ഷ കൂടുതൽ BJPയുടെ ഉത്തരവാദിത്തമാകുന്നത്. രാഹുൽ ഗാന്ധി ബലിയാടാകുവാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും അവരുടെ വിശകലനങ്ങൾ കണ്ടും കേട്ടും വായിച്ചും അറിഞ്ഞ ഞാനും വിശ്വസിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒരു കാലഘടനയോടുകൂടി, ഒരു ക്രമത്തോടുകൂടി, ഒരു ക്രമത്തിൻ്റെ ആവർത്തനത്തോടുകൂടി, ഒരു ദുരന്തങ്ങളുടെ ഒരു ആവർത്തന സ്വഭാവത്തിൻ്റെ ഒരു വിശകലനത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങളൊരു തീരുമാനത്തിലെത്തുവാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇതെല്ലാം കൃത്യമായിട്ടുള്ള ഏതെങ്കിലും ഗൂഢാലോചനയുടെ പരിണാമമായിരുന്നു അല്ലെങ്കിൽ പരിണിത ഫലമായിരുന്നു എന്നുള്ളൊരു കൃത്യമായ ആരോപണമല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. ചിന്തിച്ചു നോക്കൂ, അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു കിടപ്പില്ലേ? ഇനിയും അത്തരത്തിലുള്ള ദുരന്തം ആവർത്തിക്കുവാനുള്ള ഒരു സാധ്യത നമ്മുടെ മുൻപിലില്ലേ? ഒരു യുവരാജാവിനെ ബലി കൊടുത്ത് ഒരു യുവറാണിയെ മുന്നോട്ട് വെച്ച് ഒരു പ്രധാനമന്ത്രി പദത്തിൽ അല്ലെങ്കിൽ ഒരു രാജ്യാരോഹണം, സിംഹാസനാരോഹണം ചെയ്യിപ്പിച്ച് അധികാരം പിടിച്ചെടുക്കുവാനുള്ള ഗൂഢശക്തികളുടെ ശ്രമങ്ങൾ കാലാകാലങ്ങളായി ഭാരതത്തിൽ തുടർന്നു പോരുന്നുണ്ടോ? ഇനി ആ ചരിത്രം ആവർത്തിക്കുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങളുടെ വിവക്ഷയാണ്, നിങ്ങളുടെ തലച്ചോറാണ്. ഞാൻ കാലക്രമങ്ങൾ, സംഭവങ്ങളുടെ ആവർത്തന സ്വഭാവം, അതിൻ്റെ ഒരു ക്രമം, പാറ്റേൺ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുവാനുള്ള കാലത്തിൻ്റെ ഒരു ഉപകരണം മാത്രമാണ്. എന്തായാലും ചിന്തിക്കുക, നിങ്ങളുടെ തീരുമാനം, കൺക്ലൂഷൻ എന്താണ് എന്നുള്ളത് അറിയുവാൻ തീർച്ചയായും താല്പര്യമുണ്ട്. കമൻറ്റുകളിലൂടെ അത് രേഖപ്പെടുത്തുകയും ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.